ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? ന്യൂ ഇയർ ആയിട്ടുള്ള നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പൊ എന്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും സന്തോഷവും സമാധാനവും ആരോഗ്യപൂർണവുമായിട്ടുള്ള ഒരു നല്ലൊരു വർഷം ഞാൻ നിങ്ങൾക്ക് നേരാണ്. ദുബായിലെ പല സ്ഥലങ്ങളിലും ഇന്ന് ഫയർ വർക്ക് നടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ലിമിറ്റഡ് ആയ സ്ഥലങ്ങളിലേക്കാണ് എത്തിച്ചേരാൻ പറ്റുക. അത്രയും ട്രാഫിക് ആണ്. നമുക്ക് ജോലിയുള്ള ആൾക്കാർക്ക് ആ സമയത്ത് അവിടെ എത്തിച്ചേരാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്ത് അധികം തിരക്കൊന്നും ഇല്ലാതെ സ്ഥലത്ത് പോയിട്ട് കാണാമെന്നുള്ള നിലയിലാണ് നമ്മൾ റിവർലാൻഡ് ഫിക്സ് ചെയ്തത് കേട്ടോ. അവിടേക്ക് നമുക്ക് എൻട്രി ഫീ ഉണ്ടായിരുന്നു. അത് കൊടുത്തതിന് ശേഷം നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് കടന്നു. നല്ല എൻജോയബിൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. കുറെ പാട്ടും ഡാൻസും യൂറോപ്യൻ സ്റ്റൈലായിരുന്നു ഒട്ടുമുക്കാലും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു രീതിയിലാണ് എല്ലാ കാഴ്ചകളും ഉണ്ടായിരുന്നത്. സത്യം പറയാന്ന് വെച്ചാൽ ദുബായിൽ എത്തിയിട്ട് ഞാനിപ്പോ 4 വർഷമായിട്ടുള്ളൂ. നാട്ടിലുള്ള ന്യൂ ഇയറിന്റെ സെലിബ്രേഷൻസ് ആണ് ഞാൻ കൂടുതലും കണ്ടിരിക്കുന്നതും. അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സെലിബ്രേഷൻ രീതിയാണ് കേട്ടോ ഇവിടെ. ഇവിടുത്തെ ന്യൂ ഇയർ സെലിബ്രേഷൻ വന്ന കളർഫുള്ളും കുറെ എൻജോയബിൾ ആയിട്ടുള്ളതും കുറെ ഭക്ഷണം കഴിക്കാനും അന്നത്തെ ദിവസം ഫുൾ എൻജോയ്മെന്റിന്റെ ഒരു ദിവസം തന്നെയാണ്. പക്ഷെ നാട്ടിൽ നമ്മൾ ഇത്രയ്ക്കും ന്യൂ ഇയറിനെ സെലിബ്രേറ്റ് ചെയ്യണത് ഇപ്പൊ ഈ അടുത്ത് തുടങ്ങി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഞങ്ങളൊക്കെ പണ്ട് ഞങ്ങളുടെ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ ഞങ്ങളുടെ കലാവേദിയിലൊപ്പമായിരുന്നു കേട്ടോ. പ്രിയദർശിനി കലാവേദി എന്നാണ് പേര്. അപ്പോൾ നമ്മുടെ ആ ഭാഗത്തുള്ള എല്ലാ കുട്ടികളും വെക്കേഷൻ വരാനായിട്ട് കാത്തിരിക്കും. 10 ദിവസത്തെ വെക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എക്സാം കഴിഞ്ഞ അന്ന് തന്നെ നമ്മൾ ഗ്രൂപ്പൊക്കെ തിരിഞ്ഞ് അന്ന് തന്നെ പാട്ടൊക്കെ സെലക്ട് ചെയ്യും. പിറ്റേ ദിവസം കാസറ്റ് റെക്കോർഡ് ചെയ്യാൻ പോണല്ലോ. അതിന് വേണ്ടിയിട്ട് അടുത്തുള്ള സ്ഥലത്ത് പോയിട്ട് റെക്കോർഡ് ചെയ്ത് പാട്ട് റെക്കോർഡ് ചെയ്ത് പാട്ടിട്ട് നമ്മൾ പാട്ട് ഡാൻസ് പഠിച്ച് സ്റ്റെപ്പൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നല്ല രസമായിട്ട് നമ്മൾ അതിനെ പഠിച്ച് സ്റ്റെപ്പ് പഠിച്ചതിന് ശേഷം നമ്മൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഓരോ ഡാൻസും പാട്ടൊക്കെ കാണാനായിട്ട് ഓരോ വീടുകളിലേക്കൊക്കെ പോകൂട്ടാ. അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇതിന്റെ ഇടയിൽ ക്രിസ്മസ് വരുന്നുണ്ട്, അതിന്റെ സെലിബ്രേഷൻ വേറെയും. അതും പോരാഞ്ഞിട്ട് നമുക്ക് ന്യൂ ഇയർ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഞങ്ങൾ കൊണ്ടാടിയിരുന്നത്. അപ്പൊ ഈ ഡാൻസ് ഒക്കെ പഠിച്ച് അന്നത്തെ ദിവസം എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കലാവേദിയുടെ അവിടേക്ക് പോകും. അവിടെ നമുക്ക് ഒരു സ്റ്റേജ്, ഇത് വലിയ സ്റ്റേജ് ഒന്നല്ല, ചെറിയൊരു സ്റ്റേജും, പക്ഷെ ഈ സൗണ്ട് സിസ്റ്റം ഒക്കെ നല്ലതായിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് അവിടെ നമ്മുടെ പാട്ടൊക്കെ പ്ലേ ചെയ്ത് ഞങ്ങൾ അന്ന് ഡാൻസ് കളിച്ച് 12 മണിക്ക് കലാവേദിയുടെ വക കേക്ക് മുറിക്കും. ഞങ്ങളുടെ ഒരു പാട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഒരു ദേശഭക്തി ഗാനാണ് അന്ന് പാടാൻ സാധാരണ. എന്നിട്ട് അതിനുശേഷം നമ്മൾ ഉറക്ക പാട്ട് വെക്കും. ഉറക്ക പാട്ട് വെച്ച് എല്ലാവരും ഭയങ്കര ഡാൻസ് ആയിരിക്കും. ഇന്നിപ്പോ അതിന് ഡി ജെ എന്നൊക്കെ പറയും. പക്ഷെ അന്ന് നമുക്ക് ഡി ജെ അങ്ങനെയൊന്നുമില്ല. നമ്മളിങ്ങനെ ഉറക്ക പാട്ട് വെച്ച് അന്നത്തെ സൂപ്പർ ഹിറ്റ് പാട്ടുകളൊക്കെ വെച്ചതിന് ശേഷം അവിടെ പ്രായഭേദമന്യേ എല്ലാവരും നല്ല ഡാൻസ് ആയിരിക്കും. ഒരു 3 മണിക്ക് ശേഷമാണ് എല്ലാവരും തിരിച്ച് അവനവന്റെ വീടുകളിലേക്ക് വരാം. അപ്പോ ജാനുവരി 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഭയങ്കര ക്ഷീണമായിരിക്കും. സത്യത്തില് തലേന്ന് ഭയങ്കര ഡാൻസ് കളിച്ചതിന്റെ ക്ഷീണം ആയിരിക്കും പിറ്റേ ദിവസം ഉണ്ടാവാം. എന്നാലും ആ ഒരു ദിവസത്തിന്റെ പ്രത്യേകത വേറെ എവിടെ ചെന്നാലും ഞങ്ങൾക്ക് ഇങ്ങനെ കിട്ടാറില്ല. ഇപ്പൊ കാണുന്ന ഭാഗത്താണ് കേട്ടോ. ഇവിടെയാണ് ലേസർ ഷോയും അതുപോലെ വെടിക്കെട്ടും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നത്. ഇനി കുറച്ച് കഴിഞ്ഞാൽ വെടിക്കെട്ട് തുടങ്ങുന്ന അനൗൺസ് ചെയ്ത് കഴിഞ്ഞവര്. അങ്ങനെ 2025 കഴിഞ്ഞ് 2026 നമ്മൾ അങ്ങനെ പ്രവേശിച്ചതിന്റെ വെടിക്കെട്ടാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടാ. ഭയങ്കര മനസ്സും എന്താ പറയാ, മനസ്സ് ഭയങ്കരമായിട്ട് സന്തോഷം ഉണ്ടായിരുന്നു, സങ്കടം ഉണ്ടായിരുന്നു, കുറെ ഇമോഷൻസ് ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. കാരണം വെച്ചാൽ ഈ 2025 പെട്ടെന്ന് കഴിഞ്ഞു പോയി. എനിക്ക് കുറെ വേദനകളും മനസ്സിനെ ഒന്ന് എന്താ പറയാ, എന്നെ മോഡിഫൈ ചെയ്യാനും ഒക്കെയുള്ള ഒരു വർഷം തന്നെയായിരുന്നു ശരിക്കും പറയാൻ വെച്ച് കഴിഞ്ഞാൽ. കുറെ സത്യങ്ങളും കുറെ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കി തരാന്ന് പറയില്ലേ, ആ ഒരു വർഷം കൂടിയായിരുന്നു അത്. അപ്പൊ നിങ്ങളുടെ 2025 എങ്ങനെയായിരുന്നു അത് കമന്റിൽ പറയണേ. എല്ലാവരും പറയുന്നത് എന്താ വെച്ചാൽ 2025 പോയത് അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. സത്യമായിട്ടും എനിക്ക് അങ്ങനെ തോന്നിട്ടോ. വർഷങ്ങളും ദിവസങ്ങളും നിമിഷങ്ങളും എല്ലാം കഴിഞ്ഞു പോണത് നമ്മുടെ കൺമുന്നിൽ എന്താ പറയാ, ഒരു തീ പാഞ്ഞു പോണ പോലെ പോണത്. അത്രയും പെട്ടെന്നാണ് എല്ലാം കഴിയുന്നത്. ഇതിലെല്ലാ സുഖങ്ങളും ദുഃഖങ്ങളും എല്ലാം നമ്മൾ അനുഭവിക്കണ്ടേ. അപ്പോൾ അതൊക്കെയാണ് ജീവിതം എന്ന് പറയുന്നത് അല്ലേ. എന്നാലും എല്ലാവരുടെയും ഈ 2026 എന്ന് പറയുന്ന വർഷം നല്ല സമാധാനവും സന്തോഷവും ആരോഗ്യവും ഉള്ള ഒരു നല്ലൊരു വർഷമാണെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. കാരണം വെച്ചാൽ നമ്മുടെ ജീവിതമാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ലതായിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് പല പല കാര്യങ്ങളിലൂടെ നമുക്ക് വഴികൾ ദൈവം തുറന്നു തരും. അപ്പോൾ ആ വഴി നല്ലതായിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് അതിലൂടെ നമ്മൾ പോകണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് കറക്റ്റായ കാര്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ റിവർലാൻഡില് വെടിക്കെട്ടത് ഫയർ വർക്ക് കഴിഞ്ഞതിന് ശേഷം
അവരുടെ ലേസർ ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ചു നേരം ലേസർ ഷോ ഒക്കെ കണ്ടു. അതിനുശേഷം ഞങ്ങൾ ഭക്ഷണം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഭക്ഷണം ബർഗറും പിന്നെ ഒരു ചിക്കൻ ഇതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് രണ്ടും കഴിച്ചതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. ശരിക്കും പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എൻജോയ്മെന്റ് എന്ന് പറയുന്നത് ഒരു നിമിഷമാണെങ്കിലും ഒരു വർഷം മുഴുവനും നമ്മൾ വിഷമിച്ചതിന്റെ അതെല്ലാം ഈ ഒരു കാഴ്ചയിലൂടെ നമ്മൾ മറന്നു പോവാണ് ചെയ്യുന്നത്. വിഷമങ്ങളുണ്ടായാലും സന്തോഷങ്ങളുണ്ടായാലും എല്ലാം നമ്മൾ എത്ര ആരോടും ഒരു ദേഷ്യവും ഒന്നും നമ്മൾ മനസ്സിൽ വെക്കാതെ ഈ ദിവസം ഈ നിമിഷം നമ്മളെല്ലാം മറന്നു പോയിട്ട് പുതിയൊരാളായിട്ട് ജീവിക്കാനായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. 2026 തുടങ്ങുന്നതിന്റെ ആ വെടിക്കെട്ടിന്റെ സമയത്ത് ഞാൻ കണ്ട കാഴ്ച എന്ന് പറയാൻ വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും അവരുടെ ഫാമിലിനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കായിരുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഉമ്മ കൊടുത്തു, എല്ലാവരും സന്തോഷിച്ചു, കുറെ നേരം ചിരിച്ചു. അവർ വെടിക്കെട്ടിനോട് കൂടെ തന്നെ അവർ ഡാൻസ് കളിച്ചു. ഭയങ്കര സന്തോഷമുള്ള ഒരു സമയമായിരുന്നു അത്. ഞങ്ങളും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങൾ ഭയങ്കരമായിട്ട് സന്തോഷിച്ച സമയമായിരുന്നു. എല്ലാ വിഷമങ്ങളും മാറി പുതിയൊരു വർഷം നമുക്ക് തുടങ്ങണം എന്ന് ആ സമയത്ത് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്തിരുന്നു. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വർഷത്തിന്റെ ഹാപ്പി ന്യൂ ഇയർ നേർന്നുകൊണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.